നേഷൻ ഫസ്റ്റിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് കേംബ്രിഡ്ജ് മുൻ മേയറായ അഡ്വക്കേറ്റ് ബൈജു തെട്ടാലിയാണ്. നമസ്കാരം സർ. നമസ്കാരം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി ഡി സതീശൻ, ധനകാര്യമന്ത്രിയും കൂടിയായ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച ബജറ്റിൽ മദ്യത്തിന്റെ നികുതി കുറയ്ക്കും എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഉപഭോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് നികുതി കൂട്ടിയിരുന്നത് എന്ന് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ സഖാവ് അടക്കം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്ന പശ്ചാത്തലം കൂടിയാണ്. അപ്പോൾ ഈ മദ്യനയത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഈ മദ്യ ഉപഭോഗം ഇപ്പോൾ കൂടാനുള്ള സാധ്യതയുണ്ടോ? നമ്മൾ ഈ വിഷയത്തെ അപ്രോച്ച് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ലേ. നമ്മൾ ഈ ചാരായം നിർത്തിക്കഴിഞ്ഞുണ്ടായ ഒരു ഗുരുതരമായ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ സാധാരണ ആളുകൾക്ക് ക്വാളിറ്റിയോട് കൂടിയ മദ്യം കൺസ്യൂം ചെയ്യാൻ ഉള്ള ഒരു ഓപ്ഷൻ ഇല്ലാതെ പോയി. അപ്പോ നമ്മളിപ്പോ ഒരു 10 വർഷമായിട്ട് കാണുന്ന എന്താണ്, ഇപ്പൊ ഈ മറ്റേ ആഭ്യന്തര മന്ത്രി പറയുന്ന ഈ ലഹരി, ഈ ഡ്രഗ്സിന്റെ അറസ്റ്റുകൾ കാണുന്നില്ലേ. അപ്പോ ഈ ക്വാളിറ്റിയോട് കൂടിയ മദ്യം ജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് എല്ലാ ഡെവലപ്ഡ് രാജ്യങ്ങളിലെയും ഒരു നോം, ഒരു സെറ്റ് നോം. അതൊക്കെ വളരെ റിസർച്ചിലൂടെ എടുത്ത തീരുമാനങ്ങളാണ്. നമ്മൾ ഈ വളരെ മോശമായ, വളരെ ഇപ്പൊ 1000 രൂപ ജോലിക്ക് ചെയ്യുന്ന ഒരാൾക്ക് എനിക്കൊന്ന് നാട്ടിലൊരു ഓൾഡ് മങ്കിന്റെ ഫുൾ ബോട്ടിൽ വാങ്ങാൻ 2000 രൂപ വേണ്ടാണ്. അപ്പൊ ഒരു കാരണവശാലും മദ്യം നമുക്ക് ഓൾ ഓഫ് എ സഡൻ നിർത്താൻ പറ്റുന്ന ഒരു സാധനമല്ല. മദ്യത്തിനെ നമുക്കൊരു ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു റീഡിങ്, ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് മദ്യത്തിനെ ഒരു ഇൻകം സോഴ്സായി മാത്രമാണ് കഴിഞ്ഞ അഡ്മിനിസ്ട്രേഷൻ കണ്ടിരുന്നത്. അതിന്റെയാണ് ഏറ്റവും വലിയ അപകടം ഉണ്ടായത്. ഓർക്കുന്നില്ലേ, ഇന്നസെന്റും KPSC ലളിതയൊക്കെ ഇപ്പം മദ്യ ഉപഭോഗം കുറച്ചു കളയും എന്ന് പറഞ്ഞു കൊണ്ടുവന്നത്. ഇപ്പം ബ്രിട്ടനിൽ പോലും 11 മണി കഴിഞ്ഞ പബ്ബ് തുറക്കാൻ പറ്റത്തില്ല. 11 എന്റെ വിശ്വാസം കേട്ടോ, ഒത്തിരിയായി പബ്ബിൽ പോയിട്ട്. അപ്പോ അത് ഈ ബ്രിട്ടനിലുള്ള 11 മണിയെ കഴിഞ്ഞും കൂടുതൽ 12 മണിയാക്കി കേരളത്തിലത്. ബ്രിട്ടനിൽ ഈ 11 മണിക്കാണ് പബ്ബുകളെല്ലാം അടയ്ക്കണം. അത് മാൻഡേറ്ററിയാണ്. അത് നമ്മളെ അവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് അപ് ടു 12 മണി, അതിലും കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് ബാറുകൾ അടയ്ക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രശ്നത്തെ എങ്ങനെയാണ് അഡ്രസ് ചെയ്യേണ്ടത്? നമ്മളിപ്പോ ഈ മീൻസ് ലോ വാല്യൂ മദ്യം കൊടുക്കുക എന്നുള്ളത് ഞാൻ പഴയ ഏതൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നു. ലോ വാല്യൂ മദ്യം കൊടുക്കുക തന്നെയാണ് വേണ്ടത് ജനങ്ങൾക്ക്. അത് അവർക്ക് ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ അതിൽ ക്വാളിറ്റിയുള്ള മദ്യം കൊടുക്കുക. അത് സാധാരണക്കാരന് ആക്സസ് ചെയ്യുകയും വേണം. ഇതിപ്പോ സ്കോച്ച് കുടിക്കുന്നവർ മാത്രം ജീവിച്ചാൽ പോരല്ലോ, സാധാരണ പണിക്കാർക്ക് കള്ളു കുടിക്കണം. അപ്പോ സാധാരണക്കാരനും ആക്സസ് ചെയ്യുന്ന രീതിയിൽ അത് റോൾ ഔട്ട് ചെയ്താൽ ഈ നമ്മുടെ ഈ മറ്റ് ലഹരി, മറ്റ് ഡ്രഗ്സ് ഇല്ലേ, നമ്മുടെ ഈ MDMA, കനബിസ്, അങ്ങനെയുള്ള സിന്തറ്റിക് ഡ്രഗ്സുകളുടെ കൺസംഷൻ സ്വാഭാവികമായിട്ട് കുറയും. അത് നമുക്കിത് പൊട്ടിയടിക്ക് നമുക്ക് ബ്ലോക്ക് ചെയ്ത് കളയാൻ പറ്റത്തില്ല. അപ്പോ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. പിന്നെ ഇത് നമ്മൾ മനസ്സിലാക്കുക, കേരളത്തിലുള്ള രാഷ്ട്രീയക്കാരും കേരളത്തിലുള്ള ജനങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേരളത്തിൽ നിന്നും വിദേശത്തേക്ക് പോകുന്ന ആളുകളൊക്കെ ആ കേരളത്തിന്റെ കൾച്ചർ വിട്ട് ഈ കൾച്ചറിലേക്ക് പോവുകയാണ്. അവർ തിരിച്ചയക്കുന്ന പൈസ മാത്രം നമുക്ക് യൂസ് ചെയ്യാം, മറ്റൊന്നും പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ കൾച്ചർ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് പെനട്രേറ്റ് ചെയ്ത് വരും. ഈ വിദേശികളായ ആളുകൾ യൂറോപ്പിൽ പോകുമ്പോൾ, ഇപ്പം ഞാനൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ സെക്കൻഡ് തലമുറ, അല്ലെങ്കിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ എന്റെ കൂട്ടുകാർ, എന്റെ ആ കൾച്ചർ, ഞാൻ ഇവിടെ വന്ന് ഇവിടെ എങ്ങനെയാണോ ജീവിക്കുന്നത്, ആ ജീവിതത്തിന്റെ ആ കൾച്ചറിൽ ഉണ്ടാകുന്ന ഇൻവേഷൻ, അതായത് വെസ്റ്റേൺ ഇൻവേഷൻ ടു യുവർ കൾച്ചർ, അത് സ്വാഭാവികമായിട്ടും കേരളത്തിലുണ്ടാവും. പണം കിട്ടുന്നത് മാത്രം നോക്കി കണക്കെടുത്തിട്ട് കാര്യമില്ല. അതിന്റെ ഒരു നല്ല വശമാണ് പണം കിട്ടുന്നുള്ളത്, അതിന്റെ ഒരു ചീത്ത വശമാണ് ഈ ഇൻവേഷൻ, ഈ വെസ്റ്റേണൈസേഷൻ അങ്ങോട്ട് കടക്കുന്നു എന്നുള്ളത്. അതിപ്പോ ഈ ഇടതുപക്ഷ നേതാക്കന്മാരടക്കം എങ്ങനെ അവർക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നത്? ഇതിന്റെ അവർക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും അവരൊക്കെ ഈ കൾച്ചറുമായിട്ട് മിങ്കിൾ ചെയ്തല്ലേ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാവും. അതിനെ നമ്മൾ ഇപ്പോ CPM ഇതിനെ വലിയ അതിനെ ഞാൻ ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി, അല്ലെ എന്തെങ്കിലും പറയാൻ വേണ്ടി പറയുന്ന പോലെ എനിക്ക് ഇതിനെ കാണാൻ പറ്റുള്ളൂ. കാരണം അത് പറയാൻ ഇതേ ഒരു ലാസ്റ്റ് പീപ്പിൾ CPM ആയിരിക്കണം ഒരു ലാസ്റ്റ്, അവർക്ക് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ യാതൊരു റൂളും ഇല്ല. പക്ഷെ ലിജു പറയുന്നതിൽ അല്പം
റീസൺ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് കൃത്യമായി ചർച്ച ചെയ്ത് പോളിസി ഫോർമേഷൻ ആണിത്. ആ പോളിസി ഫോർമേഷനിൽ ഇപ്പൊ കേംബ്രിഡ്ജിനാണ് ഇങ്ങനത്തെ ഒരു നയം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, കേംബ്രിഡ്ജിന്റെ കൗൺസിലർ ആയിരുന്നപ്പോഴും വേറെ ആയതിനു മുമ്പ് തന്നെ കൃത്യമായ ഒരു ചർച്ച നടക്കണം, പാർട്ടിക്കകത്ത് നടക്കണം, പിന്നെ CLP-യിൽ നടക്കണം, അവിടെ പാർലമെന്ററി പാർട്ടിയിൽ നടക്കണം. അപ്പൊ അങ്ങനെ ഒരു ചർച്ച നടക്കണം എന്നുള്ളതിനോട് ആ കാര്യം ഞാൻ ജിജിനോട് ഒത്തു നിൽക്കുന്നയാളാണ്. കാരണം അത് ആവശ്യമാണ്. കാരണം ഇത് അങ്ങനെ ഒരു വൺ ഓഫ് ഡിസിഷൻ ആയിരിക്കും. ഇത് പോളിസി ഫോർമേഷൻ ആണ്. That has to be debated. അപ്പോൾ ഈ മദ്യത്തിന്റെ നികുതി കുറയുന്നതോടെ ഇപ്പൊ ക്വാളിറ്റി മദ്യം ജനങ്ങളിലേക്ക് എത്തുകയും അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയിലും ഒരു വർധനവ് ഉണ്ടാവുക. അപ്പോൾ ബെവ്കോയിലേക്ക് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് വീണ്ടും ലാഭം തന്നെയാണോ വരാൻ പോകുന്നത്? അല്ല, അതിന്റെ ടെക്നിക്കാലിറ്റീസ് എനിക്കറിയത്തില്ല. അതായത് ഈ നമ്മൾ ഈ ലാഭം എന്നുള്ളത് ആകെ ഇതിന്റെ പ്രൈം മോട്ടീവ്. ഇതാ ഞാൻ പറയുന്നത്. നമ്മൾ ഇതൊരു സോഷ്യൽ പ്രശ്നമാണ്. കേരളത്തിൽ ഇപ്പോ ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത് ഒരു തരത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലായി. അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി ഇത് അല്പം റിലാക്സ് ചെയ്യേണ്ട ആവശ്യമാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. പല സയന്റിഫിക് രേഖകൾ പോലും അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒറ്റയടിക്ക് ഇത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റു സ്ഥലങ്ങളിലേക്ക് ആളുകൾ തിരിയും. അപ്പോ ഇതിന്റെ പ്രൈം അജണ്ട എന്ന് പറയുന്നത് കൃത്യമായും ഈ യഥാർത്ഥ പ്രശ്നം ഇൻ ഹാൻഡ് അഡ്രസ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അതിന് ഇതിനെ ഒരു പ്രൈമറി ഇൻകം സോഴ്സായി മാത്രം ഇതിനെ കാണരുത്. ഇതിനെ ഒരു ഇഷ്യൂ അഡ്രസ് ചെയ്യുന്നതായിട്ട് ഇതിനെ കാണുള്ളൂ. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ലഭ്യത ഇല്ലാതാകുമ്പോൾ ക്രൈം കൂടാനും അതുപോലെ തന്നെ വിത്ഡ്രോവൽ ഇഫക്ട്സ് കൂടാനുള്ള സാധ്യതയും കൂടുതലാണ്. തീർച്ചയായിട്ടും ഞാനൊക്കെ പല കേസുകളിലൊക്കെ നമ്മൾ കാണുന്ന വിത്ഡ്രോവൽ സിംപ്റ്റം എന്ന് പറയുന്നത് അതൊരു വലിയ മെഡിക്കൽ പ്രശ്നമാണ്. വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ്. ആ വിത്ഡ്രോവൽ സിംപ്റ്റം മദ്യം നിർത്തലാക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാൻ പോകുന്ന ഒരു സംഭവമല്ല. ഇത് ചുമ്മാ പറയാന്നുള്ളതേ ഉള്ളൂ. കാരണം ഇത് സർക്കാരിനും അറിയാതെ നടക്കാൻ പോകുന്നത്. ഇത് കുറെ ആളുകളെ കണ്ണിൽ പൊടിയിടുക എന്നുള്ളതല്ലാതെ ഇതിന് കൃത്യമായി ഈ മദ്യം അങ്ങ് നിർത്തിക്കളി, ലഭ്യത കുറയ്ക്കുക എന്നൊക്കെ പറയുന്നത് ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഞാൻ റിയൽ വേൾഡിൽ നിന്ന് സംസാരിക്കുന്നത് അത്രേ ഉള്ളൂ. നമ്മൾ പൊളിറ്റിക്കൽ പ്രോപ്പഗാൻഡ എന്നല്ല പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതല്ലാതെ ഇത് മദ്യം നിർത്തുക എന്ന് പറയുന്നത് ഒന്നും പ്രായോഗികമായ ഒരു കാര്യമല്ല. പക്ഷെ അതിൽ ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ എനിക്ക് വന്നിട്ട് 120% ആണ് ടാക്സ് പേ ചെയ്യുന്നത്. അതായത് 10% മേൽ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ഡ്രിങ്ക്സിന് ടു 127 മറ്റാ പെർസെന്റേജ് ഓഫ് ദ ടാക്സ്. കാരണം ഇത് സാധാരണക്കാരൻ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. സാധാരണക്കാരനെ മാത്രം ഇപ്പം സാധാരണക്കാർക്ക് വേണ്ടി ഗവൺമെന്റിന്റെ പോളിസികൾ സാധാരണക്കാർക്കും കൂടെ ആക്സസ് ഉണ്ടാകുന്ന ഒരു പോളിസി ആവണ്ടേ. അതുണ്ടായില്ലെങ്കിലാണ് നിങ്ങൾ ഈ പറയുന്ന ഈ വിത്ഡ്രോവൽ സിൻഡ്രോം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ എന്റെ ഒരു റീഡിങ് അതിന് വില കുറച്ച് ഈ ആൽക്കഹോൾ ഇവിടെയൊക്കെ ഉണ്ട്, നോൺ ആൽക്കഹോൾ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഈസി അക്സസബിൾ ആണ്. തൊട്ടടുത്ത ഷോപ്പിൽ കിട്ടും എനിക്ക് ഇത് വാങ്ങിക്കാൻ പോയി. അത് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ്. പിന്നെ ഈ നാട്ടിലെ കർഷകരെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ MP രാജേഷ് പറയുന്നതൊക്കെ ചുമ്മാ പ്രോപ്പഗാൻഡയാണ്. ഇതൊന്നും ഒരു വസ്തുതയില്ല. ഏത് കർഷകരാണ് കേരളത്തിൽ ഈ നമ്മൾ ഉൽപ്പാദിപ്പിച്ചാൽ നമ്മൾ തന്നെ ഉൽപ്പാദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഏത് കാർഷിക മേഖലയാണ് പോകുന്നത്? അതുകൊണ്ട് ഇതൊക്കെ ചുമ്മാ എന്നാ പറഞ്ഞ ഉത്തോപ്യൻ ആശയമാണ്. രണ്ട്, VD സതീശൻ ചോദിച്ച പോലെ ഇത്രയും കടം കയറി മുടിഞ്ഞു നിൽക്കുന്ന ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് എവിടുന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്തിലേക്ക്? കാശോടെ 80,000 കോടിയോ മറ്റാണ് കടം കിടക്കുന്നത്. അത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യും? വേർ ഇസ് ദ മണി? അപ്പൊ അത് അഡ്രസ് ചെയ്യാതെ എന്ത് പറഞ്ഞാലും അതിനെ ചലഞ്ച് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റോട് മാത്രം CPM-ന്റെ ഒരു നിലപാടുണ്ട്. CPM-നെ ഐ ഡോണ്ട് തിങ്ക് ഈവൻ ഞാൻ അവരെ സീരിയസ് ആയിട്ട് കാണുന്നില്ല ഇതിൽ. അപ്പോൾ ഈ മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ഇതുപോലെ തന്നെയല്ലേ? ഈ ലഭ്യത ഇല്ലാതാകുന്നതോടുകൂടി ഇതിന്റെ ഒരു വ്യാപനം അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം കുറയും എന്ന് ചിന്തിക്കുന്നതിൽ ഒരു തെറ്റില്ലേ? ഈ ഡ്രഗ് എന്ന് പറയുന്നത് നമ്മൾ അഡ്വൈസ് കൊടുത്താലോ കൗൺസിലിംഗ് കൊടുത്താലോ തീരുന്ന സംഭവമല്ല. അതിന് മെഡിക്കൽ കെയർ വേണം. ഇതിന് കൃത്യമായ ക്ലിനിക്കൽ ഇന്റർവെൻഷൻ ഉണ്ടാവണം. അപ്പൊ അതിന് ഞാൻ തന്നെ പല ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട്. ഈവൻ ഞാൻ എഴുതി കൊടുത്തൊരു ഒരു ഡോക്യുമെന്റിൽ പോലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് സർക്കാർ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾക്ക് ഫണ്ട് ഉണ്ടാവുകയും അതല്ലെങ്കിൽ നമ്മുടെ പോലീസിങ്, നമ്മുടെ കോർട്ട് ജുഡീഷ്യൽ സിസ്റ്റത്തിൽ
ഈ പ്രൊബേഷനെ ക്വാളിഫൈ ആയ ആളുകളെ സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന, അല്ലെ സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു പുതിയൊരു വിങ് ഉണ്ടാക്കുകയും അതുവഴി ഇവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ആ ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ട് ഇവരെ നമ്മൾ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ മാത്രമേ പറ്റൂ. ഒറ്റയടിക്ക് നിർത്തിക്കഴിഞ്ഞാൽ ഇന്ത്യ അപകടം ഭയങ്കരമാണ്. അതെ അതെ അതെ. ഞാനൊക്കെ ഇവിടെ അപ്പോൾ കണ്ടിരിക്കുന്നത് ഡ്രഗ്സ് അടിച്ചോണ്ടിരുന്ന ആൾ പെട്ടെന്ന് നിർത്തി കളഞ്ഞിട്ട് ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ്. ഞാൻ എന്റെ കേസായിരുന്നു. അതായത് ചില്ല് കൊണ്ടിട്ട മീൻസ് കംപ്ലീറ്റ് ഗ്ലാസ് ആണ്. ഗ്ലാസ് ആ വെയിറ്റിംഗ് ഷെഡ് അടിച്ച് പൊട്ടിച്ച് തകർത്ത് കളഞ്ഞു. വിഡ്രോൾ സിംറ്റർ ആയിരുന്നു. പുള്ളിക്കാരനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ പുള്ളിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞാണ് പുള്ളിക്കാരനെ വീണ്ടും കേസ് ഇന്റർവ്യൂ ചെയ്യാൻ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ആ ട്രീറ്റ്മെന്റ് ആണ്. ഈ ട്രീറ്റ്മെന്റ് കൊടുക്കാതെ ഒറ്റയടിക്ക് ഒരു കാരണവശാലും നിൽക്കാൻ പോകുന്നില്ല. ഒരു സംശയം എനിക്കത്. അതെ. അപ്പോൾ മറ്റ് രാജ്യങ്ങൾ, വിദേശ രാജ്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ കേരളത്തിലും ഇത്തരത്തിൽ മദ്യമാണെങ്കിലും മറ്റ് ലഹരി വസ്തുക്കളാണെങ്കിലും അത്തരത്തിൽ എങ്ങനെയാണ് ഇതിന് ടാക്കിൾ ചെയ്യാൻ പറ്റുക എന്നുള്ള കൃത്യമായ സ്റ്റഡീസ് നടത്തിയതിനു ശേഷം ഇത്തരത്തിലുള്ള നയം വരണം എന്നുള്ളതാണ്. തീർച്ചയായും അങ്ങനെയാണ്. എന്റെ ആർഗ്യുമെന്റ് അത് തന്നെയാണ്. ഞാൻ അതിനെ ഫുള്ളി സപ്പോർട്ട് ചെയ്ത് തന്നെ ചെയ്തു. കാരണം ഇതിലൊരു ചർച്ച നടക്കണം. ഇതിൽ നമ്മൾ ഇമ്പോസ് ചെയ്യരുത്. അതായത് ഇതിൽ നമ്മൾ എക്സ്പേർട്ടിന്റെ ഒപ്പീനിയൻസ് എടുക്കണം. അതായത് ഈ വിഷയം നമ്മൾ ഇങ്ങനത്തെ ഒരു പോളിസി നടപ്പാക്കാം. ഒരു പോളിസി ഫ്രെയിംവർക്ക് ഉണ്ടാകേണ്ട എല്ലാ ചർച്ചകളും ഡിബേറ്റുകളും ഉണ്ടാവണം. ഔട്ട് ഓഫ് ദ ബ്ലൂവിൽ ഒരു പോളിസി കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യരുത്. അതൊന്നും ഇപ്പം സർക്കാരിനെ സംബന്ധിച്ചിടത്ത് പ്രൈവറ്റ് സെക്ടറിൽ കൊടുക്കാനല്ല, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം സർക്കാരിന് ഫണ്ടില്ല. ഈ ഡൊമിനിക് റാവ് നമ്മുടെ ബ്രെക്സിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ ബ്രിട്ടനിലെ എക്കോണമി തകർത്തരി ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറി. അപ്പോ അന്ന് അതിന്റെ ഒരു ബഡ്ജറ്റ് സ്പീച്ചിലാണോ അത് കഴിയാൻ ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല. അന്നത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഡൊമിനിക് റാവ്, കൺസർവേറ്റീവ് പ്രൈം മിനിസ്റ്റർ, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആണ്. പുള്ളി ഹൗസിൽ പറഞ്ഞ പ്രസംഗം ഇതാണ്: വി ഹാവ് ടു അട്രാക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫ്രം എനിവെയർ ആൻഡ് എവരിവെയർ. ഇക്കണോമിക് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് അതായത് കേരളത്തിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഞാൻ പറഞ്ഞ ഈ കുഞ്ഞുങ്ങളും ഇവിടെ നാട് വിട്ടു പോകണം. ഇവിടേക്ക് ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന നിങ്ങൾക്ക് അറിയത്തില്ല എന്നിട്ടാണ്. നിങ്ങളുടെ ഈ അതായത് PhD ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത കുട്ടി നമ്മുടെ നാട്ടുകാരത്തി ഈ രാജ്യത്ത് പണിയെടുക്കുന്ന ഒരു കെയർ ഹോമിലാണ്. മനസ്സിലായോ? ഇത് ആരാണ് ഇതിന് ഉത്തരവാദി? നമ്മുടെ സിസ്റ്റമാണ് ഇതിന് ഉത്തരവാദി. എത്രയോ വിദ്യാഭ്യാസം ഇവിടെ, അതോ ഇവിടുത്തെ അവസ്ഥയോ? ഇപ്പൊ നിങ്ങൾ കാണുന്നത് എവിടെ ചെന്നാലും നമ്മൾ കളറിന്റെ പ്രശ്നം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ അനുഭവിക്കുന്നത്? ഇതിന് അറുതി ഉണ്ടാവണ്ടേ? ഞാനൊക്കെ എന്റെ എല്ലാ സ്പീച്ചിലും ഇത് കേട്ട് നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ച് നമ്മൾ മടുക്കുകയാണ്. അപ്പൊ ഈ നമ്മുടെ സിസ്റ്റം കൃത്യമായാൽ മാത്രമേ ഞങ്ങളൊക്കെയോ അനുഭവിച്ച് പെട്ടുപോയി. വരും തലമുറയെങ്കിലും വിദേശ രാജ്യങ്ങളിൽ പോയി ഇങ്ങനെ പെടാതിരിക്കട്ടെ. അതിനുള്ള ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ഒരു പോളിസിയാണ് ഉണ്ടാവേണ്ടത്. മദ്യത്തിന്റെ കാര്യത്തിൽ കൃത്യമായ ഒരു നയം വേണം. വളരെ വെൽ തോട്ട് പ്രോസസ്, വെൽ ഡിബേറ്റഡ്, വെൽ റിസർച്ച്ഡ് ഒരു പോളിസിയാണ് ഉണ്ടാവേണ്ടത്. നല്ല മദ്യം കിട്ടണം, അത് വില കുറച്ച് കിട്ടണം. സാധാരണക്കാരനും കൂട്ടുന്ന കാശെല്ലാം സ്കോച്ച് മാത്രം അടിച്ചാൽ പോരാ. സാധാരണക്കാരൻ കുരിപ്പണി എടുക്കുന്നതിന് കള്ളു കുടിക്കും. ഇവിടെയൊക്കെ നമ്മുടെ പാർട്ടിയുടെ മീറ്റിംഗ് കഴിഞ്ഞ നേരെ ഞങ്ങൾ പബ്ലിക്കാണ് പോകുന്നത്. കാരണം എല്ലാവർക്കും ആക്സസബിളാണ്, എല്ലാവർക്കും കുടിക്കാം. ഈസി ആക്സസബിൾ ആണ്, അഫോർഡബിൾ ആണ്. അവിടെ അഫോർഡബിൾ അല്ല. അതുകൊണ്ട് ഒന്നുകിൽ ജനങ്ങൾ കള്ളമാറ്റ് നടത്താൻ പോകും, അതല്ലെങ്കിൽ ഈ പെട്ടെന്ന് പൂസാകുന്ന ഈ സ്റ്റാമ്പ് സ്റ്റിക്കറൊക്കെ മേടിച്ചൊട്ടിക്കും. വി ഹാവ് ടു അഡ്രസ് ദാറ്റ്. അത് അഡ്രസ് ചെയ്യാൻ വേണ്ടി കൃത്യമായി സർക്കാർ ചെയ്യേണ്ടത് ഇതിൽ ഈ പോളിസി നല്ലത് തന്നെയാണെന്നുള്ള എന്റെ ഉറച്ച വിശ്വാസം. അതിൽ ലിജുവിന്റെ ആർഗ്യുമെന്റ് പോലെ ഇറ്റ് മസ്റ്റ് ബി ഡിബേറ്റഡ്. പോളിസി ഫോർമേഷൻ ആണ്, കൃത്യമായ കൺസൾട്ടേഷനും കൃത്യമായ ഡിബേറ്റുകളും നടക്കണം. ശരി, അപ്പൊ എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. താങ്ക് യു.